പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ദൈവം നൽകിയ നല്ല സമയത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ചിന്തകളെ എല്ലാം കൂടുതൽ ശക്തിപ്പെടുത്താൻ, ഈശോയെ സ്നേഹിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ശക്തി ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഈശോ നമ്മളോട് സംസാരിക്കുന്നത്, കർത്താവിൻ്റെ വലിയ സ്നേഹമൊക്കെ പല വഴികളിലൂടെ നമ്മളിങ്ങനെ കാണുന്ന ഓരോ ശുശ്രൂഷകളിലൂടെ, നമ്മുടെ വായനകളിലൂടെ, വചനവായനയിലൂടെ, ചിന്തകളിലൂടെ, ധ്യാനങ്ങളിലൂടെയൊക്കെ ഈശോയുടെ സ്നേഹം നമ്മൾ അറിയുന്നുണ്ട്. ആ വലിയ സ്നേഹം ഒരിക്കൽ കൂടി തിരിച്ചറിയാൻ ഈ സമയത്ത് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ചിന്തകളിലേക്ക് അടക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയോട് അടുത്ത് നിൽക്കാൻ, ഈശോയുടെ സ്നേഹം അറിയാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈശോ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ച. ആത്മീയ ജീവിതം നമ്മൾ ആരംഭിച്ചത്, നമ്മളൊരു കണക്കൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മാമോദീസായുടെ ഒരു സമയത്ത് നമ്മൾ ഈശോയുടെ ഈ സഭയിലേക്ക് ചേർന്നു, വിശുദ്ധ ജീവിതം ആരംഭിച്ചു, ഈശോ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. പിന്നീട് നമ്മൾ വേദപാഠ ക്ലാസ്സുകൾ, ആദ്യ കുർബാന, കുമ്പസാരം, മറ്റു കൂദാശകളൊക്കെ കൈക്കൊണ്ട് ഓരോ ദിവസവും നമ്മളിങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് താണു പോകുമ്പോൾ നമ്മളൊരു ധ്യാനമൊക്കെ കൂടുന്നു, നമ്മൾ വീണ്ടും ഒന്ന് കുമ്പസാരിക്കുന്നു, നമ്മളൊരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറുന്നു, നമ്മൾ ഉപദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മേടിച്ചെടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാം, വചനവായന. കർത്താവിൻ്റെ വാക്ക് കേൾക്കുക, കർത്താവിൻ്റെ അടുത്തിരിക്കുക. നമ്മളിന്ന് ഈ ഒരു കുറച്ച് സമയത്തൊന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈശോ നമുക്ക് കാണിച്ചു തരുന്ന ഒരാത്മീയ ജീവിതത്തിൻ്റെ മാതൃകയെക്കുറിച്ചാണ്. നമുക്ക് വിശുദ്ധരുടെ ജീവചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ജീവിക്കുന്ന വിശുദ്ധരെ, അവരുടെ ആത്മീയ ജീവിതത്തെയൊക്കെ നമ്മൾ കണ്ട് ഇത് മാതൃകയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആവണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാതൃക, ഏറ്റവും ഉദാത്തമായ മാതൃക ആത്മീയ ജീവിതത്തിൽ, ഏതൊരു കാര്യത്തിലും ഈശോ തന്നെയാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നും ഈശോ തന്നെ നമുക്കൊരു വലിയ എക്സാമ്പിൾ, വലിയൊരു ഉദാഹരണം കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ച് സമയം ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈശോയുടെ ആത്മീയത എന്തായിരുന്നു? ഈശോയുടെ ആ മാനുഷിക ഭാവത്തിൽ, ഈശോ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് പരസ്യജീവിത കാലത്ത് ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്ന സമയത്തൊക്കെ അവർക്ക് മാതൃക കാണിച്ചു കൊടുത്ത ആ ആത്മീയ ജീവിതം എന്തായിരുന്നു? ഒരൊറ്റ വാക്യത്തിൽ, ഇല്ലെങ്കിൽ ഒരൊറ്റ ഫ്രേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ, പിതാവുമായി ഒരു ബന്ധം സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ആത്മീയത. നമ്മളോടിപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ സ്പിരിച്വാലിറ്റി, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം വളരുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടാവും. ബൈബിൾ വായിക്കുക എന്നുള്ളതായിരിക്കാം, ധ്യാനം കൂടുക എന്നുള്ളതായിരിക്കാം, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കാം. ഈശോയോട് നമ്മൾ ചോദിക്കുകയാണ്, ഈശോയുടെ സ്പിരിച്വാലിറ്റി, അതിൻ്റെ ഒരു മോഡ് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ ഒരു രീതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് നമ്മളോട് പറയാനുള്ള ഇതാണ്: പിതാവുമായി ബന്ധം. ഈശോയുടെ ആത്മീയ ജീവിതത്തിൽ മുഴുവൻ, പ്രത്യേകിച്ച് പരസ്യജീവിതകാലം നമ്മൾ പല വായനകളിലൂടെ നോക്കുമ്പോൾ ഇതാണ് കാണുക: പിതാവുമായി ഒരു കണക്ഷൻ, പിതാവുമായി ഒരു ഗാഢബന്ധം ഈശോ പുലർത്തുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. യോഹന്നാൻ ഈശോയെ ദൈവത്തിൻ്റെ വാക്കായിട്ട്, വെളിച്ചമായിട്ട്, ജീവനായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ട് ഈശോയുടെ ഒരു പ്രത്യേകത, ഈശോയുടെ ആത്മീയതയുടെ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണും: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ തന്നെയായ, ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈശോയാകുന്ന ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ പിതാവിനെക്കുറിച്ചും കൂടെ യോഹന്നാൻ പറയാണ്, ഈ പിതാവിനെ, ഈ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അറിയത്തുമില്ല. ആകെ അറിയാവുന്ന ഒരാൾക്കാണ്. ആർക്ക്? പുത്രന് മാത്രം, ഈശോയ്ക്ക് മാത്രം. ദൈവം തന്നെയായ, ദൈവപുത്രനായ ഈശോയ്ക്ക് മാത്രം. അതെങ്ങനെ സാധിച്ചു? ആ സാധിച്ചത് എങ്ങനെയാണെന്നാണ് 18-ാമത്തെ വാക്യത്തിൻ്റെ ഒരു കുഞ്ഞു ഫ്രേസ് അവിടെ കിടപ്പുണ്ട്: പിതാവുമായി ഗാഢബന്ധം പുലർത്തുക, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ്, അടുത്തിരിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ എനിക്ക് നന്നായിട്ട് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയണമെങ്കിൽ, ഞാൻ അയാളുമായിട്ട് ഒരു ഗാഢബന്ധം, ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമല്ലോ. അങ്ങനെ പിതാവിനെ അറിയാൻ, ദൈവത്തെ അറിയണമെങ്കിൽ ആ ദൈവവുമായിട്ടൊരു ഗാഢബന്ധം വേണം. ഈശോ അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ, നമുക്ക് അതിൻ്റെ ആരംഭം എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഷിക ജീവിതം ഈ ഭൂമിയിൽ കർത്താവ് ആരംഭിച്ച ആ സമയം മുതൽ അവസാനം വരെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഉദാഹരണമാണ് കാണിച്ചത്: പിതാവുമായി ഗാഢബന്ധം. അങ്ങനെ പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്തിയത് കൊണ്ടാണ് ഈശോയ്ക്ക് പിതാവിനെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റിയത്, ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റിയത്. ഒടുക്കം ശിഷ്യന്മാരോടൊക്കെ ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്: ഈ പിതാവിലേക്ക് അടുക്കുക. ഈശോ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം, ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലൊക്കെ ഈ പ്രലോഭനങ്ങളെ ചെറുക്കുന്ന ഒരു സാഹചര്യം, മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കുന്നു.
നമ്മൾ ആ പ്രലോഭനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മരുഭൂമിയിൽ പോയി പാർക്കുന്നത് ചിന്തിക്കുമ്പോഴും എന്തായിരുന്നു ഈശോയുടെ ഉദ്ദേശം? ഈശോ ഈ മരുഭൂമിയിലേക്ക് തൻ്റെ പ്രധാനപ്പെട്ട വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പരിസ്ഥിതി ജീവിതം ആരംഭിക്കുന്ന ഈ സമയത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ച് പിതാവിൻ്റെ വാക്ക് കേട്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാണ്. ആ പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്താണ്? പിതാവുമായുള്ള ബന്ധം ഒരിക്കലും കൂടി ഉറപ്പിക്കുക. കാരണം ഇനി വരുന്ന 3 വർഷം ഈശോ ചെയ്യാൻ പോകുന്ന ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ളൊരു ശക്തി ലഭിക്കാൻ വേണ്ടി പിതാവുമായിട്ട് ചേർന്നിരുന്നു. പിന്നീട് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈശോ തൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഗെത്സമനിലേക്ക് പോകുമ്പോൾ, ഗെത്സമനിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപാട് സങ്കടങ്ങളുടെ സമയത്തും വലിയ തീരുമാനങ്ങളുടെ സമയത്തും ഒക്കെ ഈശോ ഇങ്ങനെ പിതാവുമായിട്ടൊരു ബന്ധം സൂക്ഷിച്ചിരുന്നു, പിതാവുമായിട്ട് അടുത്തിരുന്നു. ശിഷ്യന്മാരെ ഈശോ കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ മാതൃക അത് തന്നെയാണ്, പിതാവുമായിട്ട് ബന്ധം ആയിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഓരോ ദിവസവും ആഗ്രഹിക്കുമ്പോൾ, അതിന് പല രീതികളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്താൻ ശ്രമിക്കുമ്പോൾ, ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും വലിയ ആഹ്വാനം ഇതാണ്: പിതാവിലേക്ക് വരിക, പിതാവുമായിട്ട് അടുക്കുക. നമ്മളിത് ഒരു പ്രത്യേക എപ്പിസോഡ് എടുത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാൻ പോകണം, ഒരു അല്പം കൂടി ആഴത്തിൽ. ഈശോ തൻ്റെ പരസ്യജീവിതം അവസാനിക്കുന്ന ഒരു മിനിറ്റ്, ഒരു സമയത്ത്, ആ ഒരു മൊമെൻറ്റുകളിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടു ഈശോ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ടാണ് ഈ ശുശ്രൂഷകളിൽ കയറുന്നത്. ഈശോയുടെ അവസാനത്തെ സമയം, അതായത് പീഡാസഹനത്തിൻ്റെ ഒരു സമയം, ഇനി മരണമുണ്ട്, ഉദ്ധാനമുണ്ട്, ഇഹലോക ജീവിതമൊക്കെ അവസാനിക്കുകയാണ്, ശിഷ്യന്മാരോടൊപ്പമുള്ള അവസാനത്തെ ചില മണിക്കൂറുകളാണ്. ആ സമയത്ത് ഈശോ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് കാണും, ഈശോ തൻ്റെ ഒരു നീളം കൂടിയ, ഒത്തിരി നീളമേറിയ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ഉപദേശത്തിൻ്റെ ഒരു 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 വലിയ ലൈന് ഇങ്ങനെ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള 5 അധ്യായങ്ങൾ ഈശോ അവരുടെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ഒരു യാത്ര ആരംഭിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അവസാനമാണ് ഈ ഒറ്റുകൊടുക്കലും മറ്റ് സംഭവങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഈ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ ഈശോ ശരിക്കും പറഞ്ഞാൽ ഈ ശിഷ്യന്മാരോട് തൻ്റെ അവസാനത്തെ പ്രസംഗം, അവസാനത്തെ ഉപദേശം അവർക്ക് കൊടുക്കുന്നത് ഈ പിതാവിനെക്കുറിച്ചാണ്. കാരണം ഞാൻ ആരംഭിച്ചത്, ഈശോ മാനുഷികമായിട്ട് ഇവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ ആ പിതാവുമായിട്ട് ബന്ധത്തിലാണ് ആരംഭിച്ചത്. ആ ശുശ്രൂഷയുടെ ഓരോ ഘട്ടത്തിലും പിതാവുമായിട്ടുള്ള ബന്ധം വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു ഈശോയുടെ ആത്മീയത, ആ സ്പിരിച്വാലിറ്റി. അതേ സ്പിരിച്വാലിറ്റിയിലേക്കാണ് ഈശോ അന്ന് തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതം വളരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഈശോ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതും ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം, 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാണ് ഈശോ ആ ഒരു നീളമേറിയ പ്രസംഗം പറയുന്നത്, ഉപദേശം കൊടുക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്, 13-1: ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. അതിൻ്റെ തുടങ്ങുന്നത് കണ്ടോ, 13-1 പിതാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് ഈശോയ്ക്ക് ഒരു തിരിച്ചറിവ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു സെക്ഷൻ ഈശോയുടെ പ്രസംഗത്തിൻ്റെ ആരംഭം തന്നെ. ഇനി ആ പ്രസംഗം അവസാനിക്കുമ്പോൾ കാണണം 17-ാമത്തെ അധ്യായം 26-ാം വാക്യം, ആ ഒരു സെഷൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യമാണ്: അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. അപ്പം അത് തുടങ്ങിയത് പിതാവിലേക്ക് തിരിച്ചു പോകണം, പിതാവിനെ ഓർത്തുകൊണ്ടാണ്. അവസാനിക്കുന്നത് എന്താണ്? അങ്ങയുടെ നാമം ഞാൻ അവരെ അറിയിച്ചു, ഇനിയും അറിയിക്കും. അപ്പോൾ ഇതൊരു ഒരു ബോക്സായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഈശോയുടെ അവസാനത്തെ പ്രസംഗം, ഈ ശിഷ്യന്മാരോടുള്ള ഉപദേശം ഒരു ബോക്സായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ആ ബോക്സിൻ്റെ ഒരറ്റത്ത് പിതാവിനെക്കുറിച്ചുള്ള ചിന്ത, മറുവശത്തും അങ്ങേയറ്റത്തും പിതാവിനെക്കുറിച്ചുള്ള ചിന്ത. അതിനിടയ്ക്കാണ് ഈശോ ഈ വലിയൊരു പ്രസംഗം, വലിയ ഉപദേശങ്ങളുടെ ഒരു ലിസ്റ്റ് ഈശോ ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിലേക്ക് പോവുക, അതാണ് ശിഷ്യന്മാരെ, തിരുസഭയൊക്കെ ഈശോ ഇന്ന് ക്ഷണിക്കുന്ന ഒരു ആത്മീയത, ഒരു സ്പിരിച്വാലിറ്റി. കുറച്ച് അനുഗ്രഹങ്ങൾ ഈശോ തന്നെ അത് അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. പിതാവുമായിട്ടൊരു ബന്ധത്തിലായാൽ, പിതാവുമായിട്ട് ഓരോ ദിവസവും നമ്മൾ ബന്ധം ഊട്ടിയുറപ്പിച്ചാൽ, ഒരു ഗാഢബന്ധം, ഈശോ പുലർത്തിയതുപോലെ ഒരു ഗാഢബന്ധം പുലർത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും കൂടെ ഈ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ അനുഗ്രഹം 13-ാം അധ്യായം 3-ാം വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒരുമിച്ച് വായിക്കുകയാണ്: പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നെന്നും ഈശോ അറിഞ്ഞു. ആ വാക്യം ശ്രദ്ധിക്കണം. 13-3 ഈശോയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. എന്ത്? പിതാവ് എല്ലാം തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, ഞാൻ പിതാവിൽ നിന്ന് വരുന്നു, പിതാവിലേക്ക് തിരിച്ചു പോകുന്നു. ഇത് ഈശോയ്ക്ക് അറിയാമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പിതാവുമായിട്ടൊരു ബന്ധം, ദൈവപിതാവുമായിട്ടൊരു കണക്ഷൻ സൂക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു അനുഗ്രഹം, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ക്ലിയറായിട്ട് കിട്ടുന്നു.
നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തെ ഓർത്ത് ചിലപ്പോൾ ചില സങ്കടങ്ങൾ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും സംഭവിക്കാതെ വരുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ പ്ലാനും പദ്ധതി അനുസരിച്ചൊന്നും ജീവിതം പോകാത്തപ്പോൾ ചിലപ്പോൾ നിരാശയുടെ ദിവസങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. എന്തിനാണ് എൻ്റെ ജീവിതം? എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? ഇതൊരു മീനിങ്ലെസ് ലൈഫാണ്. ഇത് എങ്ങോട്ടാണ് പോകണേ? ഇത് എവിടെ നിന്ന് വന്നു? ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ പരാതിപ്പെടാറുണ്ട്. നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്താറുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ദുർനിമിഷത്തിൽ, ഒരു ഇരുട്ടിൻ്റെ നിമിഷത്തിലൊക്കെ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു പോകാറുണ്ട്. നമ്മളൊന്ന് തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യം, എൻ്റെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു മീനിങ് ഉണ്ട്, ഒരു അഡ്രസ്സ് ഉണ്ട്. എൻ്റെ മേൽവിലാസം കുറിച്ച് വെച്ചിരിക്കുന്നത് പിതാവായ ദൈവമാണ്. ഈശോ ഒരു ഭാവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ പിതാവിൽ നിന്ന് വരുന്നു, പിതാവിങ്കിലേക്ക് പോകുന്നു. എൻ്റെ ജീവിതത്തിനൊരർത്ഥമുണ്ട്. ഈശോ പലതവണയായിട്ട് തൻ്റെ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് അത് പറയുന്നുണ്ട്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതാണ് എൻ്റെ ഹിതം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജീവിതത്തിന് ചിലപ്പോൾ ഈ സങ്കടങ്ങൾ വരുമ്പോൾ, നമ്മുടെ പരീക്ഷയിലൊക്കെ തോറ്റു പോകുമ്പോൾ, ജീവിതം ചില ചോദ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത സമയത്തൊക്കെ ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈശോ ഒരു മാതൃക കാണിച്ചു തരികയാണ്. ഇങ്ങനെ ഒരു ആത്മീയ ജീവിതം നമുക്കുണ്ടെങ്കിൽ, പിതാവുമായിട്ട് ബന്ധത്തിലായിരിക്കുന്ന ഒരു ആത്മീയ ജീവിതം ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തെങ്കിലേക്ക് മടങ്ങുന്നു. അങ്ങനെയെങ്കിൽ അതിനിടയിലുള്ള ഈ ഭൂമിയിലെ വാസം, അത് സഹനങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്, സമ്പത്തും ദാരിദ്ര്യവും ഒക്കെ ഉണ്ട്, കണ്ണുനീരുമുണ്ട്, ആഹ്ലാദങ്ങളുമുണ്ട്. പക്ഷെ അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ്. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിങ്കിലേക്ക് പോകുന്നു. ഈ ഇഹലോക ജീവിതം സഹനങ്ങൾ നിറഞ്ഞതാണേലും സന്തോഷങ്ങൾ നിറഞ്ഞാണേലും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൂടെയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ ഒരു വലിയൊരു തിരിച്ചറിവ് അത് തന്നെയാണ്. ഐ ഹാവ് ആൻ അഡ്രസ്സ്. എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, എനിക്കൊരു അഡ്രസ്സുണ്ട്, എനിക്കൊരു മേൽവിലാസമുണ്ട്. ഞാൻ ദൈവത്തിൻ്റേതാണ്. അങ്ങനെ ഒരു തിരിച്ചറിവാണ് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഒത്തിരി ശക്തിപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം അതാണ്, നമുക്കൊരു ഐഡൻറ്റിറ്റി ക്ലിയറായിട്ട് കിട്ടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഈശോയുടെ ഒരു വാക്കാണ്. നമുക്ക് ഈശോ തരുന്ന ഒരു വലിയ എൻകറേജ്മെൻ്റ് ആണ്. 14-ന്റെ 1 ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഇതൊരു വാക്ക് ചിലപ്പോൾ കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ സാരമില്ല, പേടിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ നമുക്ക് ഈ പ്രശ്നമൊക്കെ അവിടെ നിൽക്കുകയാണ്. മല പോലെ, പർവ്വതം പോലെ, തിരമാല പോലെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ ആരെങ്കിലുമൊക്കെ നമ്മളോടൊന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ, സാരമില്ല, അസ്വസ്ഥപ്പെടേണ്ട, ഞങ്ങളില്ലേ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ അടുത്ത് നിന്നിരുന്നെങ്കിൽ നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങളിൽ നമുക്കൊരു ആത്മധൈര്യം കിട്ടിയാനെ. പ്രശ്നം മാറിയില്ലെങ്കിലും അതിനെയൊക്കെ ഒന്ന് അതിജീവിക്കാനുള്ള ഒരു ശക്തി തീർച്ചയായിട്ടും കിട്ടിയാനെ. അപ്പോൾ അവിടെ ആരും തന്നില്ലെങ്കിലും അങ്ങനെ ഒരു ആശ്വാസം, ഇങ്ങനെ ഒരു എൻകറേജ്മെൻറ്റ്, ഞങ്ങൾ കൂടെയുണ്ടെന്നൊരു ബോധ്യം ആരും, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരും നിങ്ങൾക്ക് തന്നില്ലെങ്കിലും ഈശോ നമുക്ക് നൽകുന്നതാണ് പിതാവിനെ വിശ്വസിക്കുക. അതാണ് ആത്മീയ ജീവിതത്തിൽ, അത് ഭൗതിക ജീവിതത്തിലായാലും ചില ക്രൈസിസ്, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത്, നമ്മുടെ മനസ്സിന് ധൈര്യം നൽകേണ്ടതാണ്, പിതാവ് ഉണ്ട്, ആ പിതാവിനെ വിശ്വസിക്കാം. അതാണ് 14-1 പറയുന്നത്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുക. അതായത് പിതാവിലും വിശ്വസിക്കുക, പുത്രനിലും വിശ്വസിക്കുക. ഈശോ വഴി കാണിച്ചു തരുന്നത് ഇങ്ങനെ ഒരു ആത്മീയതയിലേക്കാണ്. അസ്വസ്ഥതകൾ ഉണ്ടാവട്ടെ, ടെൻഷനുകൾ ഉണ്ടാവട്ടെ, ജീവിതം എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാത്ത ചില പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ ഉണ്ടാവട്ടെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ആ ദൈവം നമ്മളെ ചതിക്കുകയില്ല. പത്രോസിലെയൊക്കെ പിന്നീട് എഴുതുന്നുണ്ട്, വിശ്വസ്തനായ ദൈവം. 1 പത്രോസ് 4-ാമത്തെ അധ്യായത്തിലാണ്. ആ ദൈവത്തെ ഉറച്ചങ്ങ് വിശ്വസിച്ചേക്കുക. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ചില സമയത്ത് അവിശ്വസ്തത കാണിച്ചാലും ഈ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ മുറുകെ പിടിക്കുന്ന ദൈവം ചതിക്കുന്നൊരു ദൈവമല്ല, പറ്റിക്കുന്നൊരു ദൈവമല്ല, ഇട്ടേച്ച് പോകുന്നൊരു ദൈവമല്ല. ചില സമയത്ത് ഉത്തരം കിട്ടാതെ വന്നാലും, ചില സമയത്ത് ജീവിതം പ്രതിസന്ധികൾ നമ്മളിങ്ങനെ മൂടി അമർത്തി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ഈ ഇരുട്ടിൽ നിന്നും, ഈ സങ്കടത്തിൽ നിന്നും, ഈ കുത്തൊഴുക്കിൽ നിന്നും, കാൽച്ചോട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ എന്നെ ഉയർത്തിയെടുക്കാൻ പറ്റുന്ന, എനിക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം പിതാവാണ്, എൻ്റെ അപ്പനാണ്. ഹീസ് മൈ ഫാദർ. ഞാനൊരിക്കലും അനാഥനായി പോകാനോ, ഞാനൊരിക്കലും വഴിതെറ്റി നടക്കാനോ, ഇനി എൻ്റെ തന്നെ അബദ്ധം കൊണ്ട്, എൻ്റെ പാപങ്ങൾ കൊണ്ട്, എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാൻ വഴിതെറ്റിപ്പോയി ചില പടുകുഴികളിലൊക്കെ വീണു പോയാലും എന്നെ അവിടുന്ന് കൈപിടിച്ചുയർത്തുന്നൊരു പിതാവ് എൻ്റെ കൂടെയുണ്ട്. ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് ഈശോ ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലൊക്കെ വിശദീകരിക്കുന്നത്. ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. കാത്തിരിക്കുന്ന ഒരു അപ്പൻ, പന്നിക്കൂട്ടിലോട്ട് പോയാലും ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോയാലും ഹീസ് വെയിറ്റിംഗ്. നീ തിരിച്ചു വരാൻ വേണ്ടി, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം.
അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ മകൻ ചെന്ന് പറയുന്നത്, സ്വർഗത്തിനെതിരായും പിതാവെ അങ്ങേക്കെതിരായിട്ടാണ് എനിക്ക് തെറ്റുപറ്റിയത്. പക്ഷേ ആ പിതാവ് അവനെ ശിക്ഷിക്കുകയല്ല, തിരിച്ചു വന്നവനെ രാജകീയമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈശോ നമ്മളെ കാണിച്ചു തരുന്ന ഈ ആത്മീയതയിൽ ഇങ്ങനൊരു മാനം കൂടെയുണ്ട്. പിതാവിനെ വിശ്വസിക്കാം. അത് നീ എത്ര തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണേലും, എത്ര പാപത്തിൻ്റെ അവസ്ഥയിലാണേലും, ആത്മീയ ജീവിതത്തിലെ വരണ്ട അവസ്ഥയായിരിക്കാം, ഭൗതിക ജീവിതത്തിൽ സന്തോഷം ഒന്നുമില്ലാത്തൊരവസ്ഥയായിരിക്കാം. ദർ ഈസ് എ ഫാദർ. സ്വന്തമായിട്ട് ഒരപ്പനുണ്ട്, ഞാൻ അനാഥനല്ല. ആ പിതാവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ പിതാവിനെ വിശ്വസിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു അനുഗ്രഹം, ഈ 2 അനുഗ്രഹങ്ങൾക്ക് ശേഷം ഈശോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായം 16-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഒരു എപ്പിസോഡാണത്, ഈ 14-ാമത്തെ അധ്യായം 15-ഉമുള്ള വാക്യങ്ങൾ. ഈശോ ഒരു വലിയ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. പിതാവിനെ വിശ്വസിക്കാം, ആ പിതാവാണ് നമുക്ക് ഐഡൻറ്റിറ്റി തരുന്നത്. ഇനി എന്നെ വിശ്വസിക്കണം, പിതാവിനെ വിശ്വസിക്കണം. നിങ്ങൾക്കിനി മുന്നോട്ട് പോകുമ്പോൾ ഈ പീഡാസഹനം, മരണമൊക്കെ ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഉദ്ധാനത്തെക്കുറിച്ച് അറിയാം. ഈശോ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് അറിയാം. ഇനി ഈ ശിഷ്യന്മാരെ, സഭയെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നമ്മളെയൊക്കെ ശക്തിപ്പെടുത്തണമെങ്കിൽ, മുന്നോട്ട് നയിക്കണമെങ്കിൽ, പിതാവിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ നമുക്കൊരു സഹായകനെ വേണം. ആ സഹായകനെ നൽകുന്നതും പിതാവാണ്. അതാണ് ആ വാക്യം ശ്രദ്ധിച്ചൊന്നുകൂടെ വായിച്ച്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാണ്. അപ്പം 3-ാമത്തെ വലിയൊരു അനുഗ്രഹമാണ് പിതാവുമായിട്ടുള്ള ആത്മീയ ബന്ധം, പിതാവുമായിട്ടൊരു ഗാഢബന്ധം പുലർത്തുന്ന ഒരു സ്പിരിച്വാലിറ്റി, ഒരു പ്രാർത്ഥനാ ജീവിതമാണ് നമുക്കെങ്കിൽ പിതാവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും. ആ പരിശുദ്ധാത്മാവിനെ എന്തിനാണ് തരുന്നത്? വിശുദ്ധമായിട്ട് ജീവിക്കാൻ, പിതാവിലേക്ക് നോക്കാൻ, പുത്രനിൽ വിശ്വസിക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ, ഏറ്റവും പ്രധാനമായിട്ടും സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി നമ്മളെ ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും. 14-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഡ്യൂട്ടി ആയിട്ട് ഈശോ പറയുന്നതാണ്. പിതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കും. വളരെ പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈശോയുടെ ശിഷ്യന്മാർ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഈശോയുടെ കൂടെ നടക്കുകയാണ്. ഈശോ പറഞ്ഞ ഉപമകളെല്ലാം അവർ കേട്ടു. ഈശോ കൊടുത്ത സാരോപദേശങ്ങൾ, തിരുത്തലുകളെല്ലാം അവർ കേട്ടിട്ടുണ്ട്. ഈശോ ചെയ്ത അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട്. ഈശോ കൊടുത്ത ഈ ഉപദേശങ്ങൾ, നന്മകൾ, ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഓരോ നിയമങ്ങൾ, പുതിയ കൽപ്പന, സ്നേഹത്തിൻ്റെ കൽപ്പന, ക്ഷമയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച്, എന്തോരം കാര്യങ്ങളാണ് ഈ കൂടെ നടന്ന ശിഷ്യന്മാർ കേട്ടത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു സാധാ മനുഷ്യരല്ലേ, മറന്നു പോയേക്കാം. പരിശുദ്ധാത്മാവിനെ തരുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്നും കൂടെയാണ് ഈശോ പറയുന്നത്. സഹായകനെ പിതാവായിരിക്കും. എന്തിന്? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ. ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്താൽ, ഓരോ ദിവസം ഓർക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിശുദ്ധരാവാണ്ട് വേറെ വഴിയില്ലല്ലോ, പരിശുദ്ധരാകും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ. അപ്പോൾ അതിലേക്ക് നമ്മളെ സഹായിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ ആരാണ് തരുന്നത്? പിതാവ്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കും. സ്വർഗരാജ്യത്തിൻ്റെ സിറ്റിസൺസായിട്ട്, അതിലെ പ്രജകളായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. പിതാവാണിത് തരുന്നത്. അങ്ങനെ ഒരു 3 അനുഗ്രഹങ്ങൾ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അനുഗ്രഹം നമ്മളൊരു ഇച്ചിരി ശ്രദ്ധയോടുകൂടി നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ അത് വായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. 15-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. 2-ാം വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈശോ സ്വയം അവതരിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പലതവണ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാൻ അയാം. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ മുന്തിരിച്ചെടിയാണ്, സാക്ഷാൽ മുന്തിരിച്ചെടി. പിതാവ് കൃഷിക്കാരനുമാണ്. ആ പിതാവിൻ്റെ ഒരു ജോലിയെക്കുറിച്ച്, പിതാവിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. പിതാവിന് വെട്ടിയൊരുക്കുന്നൊരു സ്വഭാവമുണ്ട്. ഫലം തരുന്നതിനും കൊള്ളുന്നുണ്ട്, ഫലം തരാത്തതിനും വെട്ടുകൊള്ളുന്നുണ്ട്. ബലം ചൂടുന്നതിനെയൊക്കെ ഇങ്ങനെ വെട്ടി ഫലം എടുക്കുമായിരിക്കും. ഫലം തരാത്തതിനെ വെട്ടുന്നുണ്ട്, ഒരുക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതിനെ ഒരു 2 ആംഗിളിൽ നിന്നുകൊണ്ട് കാണണം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഫലം, അതായത് ശിഷ്യന്മാരെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈശോ പ്രതിഫലമല്ല, ഫലം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് റിസൾട്ട്, നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരുമ്പോൾ, സ്പിരിച്വാലിറ്റി വളരുമ്പോൾ, വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുമ്പോൾ അതിനൊരു റിസൾട്ട് വരുന്നുണ്ടല്ലോ. നമ്മളിലും നമ്മുടെ ചുറ്റുമുള്ളവരിലും അതൊക്കെ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അങ്ങനെ ഫലം ചൂടണം. ഫലം ചൂടുമ്പോഴാണ് നമ്മളെ ശിഷ്യന്മാരാണെന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇനി ഫലം തരുന്നില്ലേ, വെട്ടി ദൂരക്കളയല്ല. പിതാവിൻ്റെ ഒരു ഡ്യൂട്ടി, പിതാവിൻ്റെ ഒരു സ്നേഹത്തോടെയുള്ളൊരു ഡ്യൂട്ടി ഇതാണ്, വെട്ടി ഒരുക്കും. എന്തിന്? അത് കളയാൻ വേണ്ടിയിട്ടല്ല, പകരം
നമ്മളിൽ നിന്ന് ഇനിയും ഫലം ചൂടാനുണ്ട്. ചില വെട്ടുകൾ കൊണ്ടാലേ, ചില സഹനങ്ങൾ വന്നാലേ, ചില മുറിവുകൾ വന്നാലേ നമ്മുടെ ഉള്ളിലുള്ള ഒറിജിനൽ സ്പിരിച്വാലിറ്റി, നമ്മൾ ശരിക്കും എന്തോ ഒരു ആത്മീയരാണെന്നൊക്കെ ഒരു തിരിച്ചറിവ് പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ചില സമയത്ത് വെട്ടിയൊരുക്കലുകളും ഉണ്ടാവും, സഹനങ്ങളും പിതാവ് അനുവദിക്കുന്നുണ്ട് എന്ന്. അതൊരിക്കലും നമ്മളെ തളർത്തിക്കളയാനല്ല, തകർത്ത് കളയാനല്ല, പകരം ഫലം ചൂടാൻ വേണ്ടി തന്നെ. പൗലോസ്ലീഹ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു നല്ല സുന്ദരമായിട്ട് പറയുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-13 അധ്യായം 13-ാം വാക്യത്തിൽ, നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറം, നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത പ്രലോഭനങ്ങളോ വേദനകളോ ഒന്നും ദൈവം അനുവദിക്കില്ല. അനുവദിച്ചാൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി കൂടി തരും. എന്നുവെച്ചാൽ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴത്തേനും ഇത് നമ്മളെ തകർത്ത് കളയാനോ തളർത്തി കളയാനോ ദൈവം ചെയ്യുന്നതല്ല, പകരം വെട്ടിയൊരുക്കുകയാണ്. എന്തിന്? കൂടുതൽ ഫലം ചൂടാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു 4 അനുഗ്രഹങ്ങൾ തുടർന്ന് പിതാവിനെക്കുറിച്ചൊരു വലിയ കാര്യം ഈ ഒരു എപ്പിസോഡിൽ, ഈശോയുടെ നീളം പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, 16-24, അതിൻ്റെ 23 മുതൽ വായിക്കുമ്പോഴിങ്ങനെ കിട്ടും. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. 24-ാം വാക്യം ഇങ്ങനെയാണ്, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഇപ്പോൾ പിതാവ് തരും, പിതാവ് അത് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, അബ്രഹാം മകനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന് മകൻ ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, ദൈവം തരും, യാഹ്വേ ഈരേ, ഗോഡ് വിൽ പ്രൊവൈഡ്. അപ്പോൾ ഈശോ ഇവിടെ അത് അവതരിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് പിതാവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധമുള്ളവർ എൻ്റെ നാമത്തിൽ പിതാവിനോട് ഇന്ന് ചോദിച്ചാൽ എന്തേലും തരുമെന്നല്ല, എന്തും തരും. ഹി വിൽ പ്രൊവൈഡ്. ആ ഒരു വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതാവശ്യങ്ങളുണ്ട്, ആത്മീയവും ഭൗതികവുമായിട്ടൊക്കെ ഉള്ളത്. സ്വർഗ്ഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോഴും ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യങ്ങളുണ്ട്. അത് നമ്മുടെ പിതാവിനാണ് കൃത്യമായിട്ട് അറിയാവുന്നത്. മക്കൾക്ക് എന്താണ് ആവശ്യം എന്ന് അപ്പന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ പിതാവ് എന്തും തരും. പിതാവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇതെൻ്റെ അപ്പനാണെന്നും ഞാൻ ആ പിതാവിൻ്റെ മകനും മകളുമാണെന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി തിരിച്ചറിയുമ്പോൾ, എനിക്കൊരു പിതാവുണ്ടെന്നുള്ള ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ, അത് ആത്മീയ ജീവിതത്തിൻ്റെ അടയാളമാക്കി മാറ്റുമ്പോൾ ചോദിക്കുന്നത് എന്തും തരും. ഏറ്റവും അവസാനമായിട്ട് 16-ാമത്തെ അധ്യായം 32-ാം വാക്യം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോകുന്നൊരു സമയം വരും, അത് വന്നു കഴിഞ്ഞു, എന്നാൽ ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങൾ ഒന്ന് ഇതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ ദിവസങ്ങൾ, നമ്മളിനി എങ്ങോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല, കൂടെ നിൽക്കുന്നവരൊക്കെ അകന്നു പോകുന്നു, സങ്കടങ്ങളും കണ്ണുനീരുകളും മാത്രം. എല്ലാവരും ഇട്ടേച്ച് പോകണം. ഒരു നാൾ കൂടെ ഉണ്ടായിരുന്നവർ, ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നവർ, ഇന്ന് എൻ്റെ കണ്ണുനീരിൻ്റെ ദിവസങ്ങളിൽ, എൻ്റെ കൺഫ്യൂഷൻ്റെ നിമിഷങ്ങളിൽ ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല. ഈശോ അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ വേണ്ടി പോവാണ്. അന്ന് ഈ പ്രസംഗം പറയുന്ന രാത്രിയിൽ ഈശോയ്ക്കൊരു ചുംബനമുണ്ട്, ഈശോയ്ക്കൊരു ഒറ്റുകൊടുക്കലുണ്ട്. പിറ്റേ ദിവസം ശിഷ്യന്മാരൊക്കെ ഓടി ഒളിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, തള്ളിപ്പറയുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ട് ആ ദിവസങ്ങളിൽ, ആ മണിക്കൂറുകളിലൊക്കെ. ഈശോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ച് പോകുന്ന സമയം വരും, പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ ആത്മീയ ജീവിതത്തിലും, ഈ ലോക ജീവിതത്തിലൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ, പിതാവുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്നവൻ, അവൻ ഒറ്റയ്ക്കായി പോവാൻ, അവൾ ഒറ്റയ്ക്കായി പോവാൻ പിതാവ് അനുവദിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ നയിക്കട്ടെ. ഒറ്റയ്ക്കല്ലെന്നും പിതാവ് കൂടെയുണ്ടെന്നും, ഞാൻ ആ പിതാവിൻ്റെ കുഞ്ഞാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ ആത്മീയ ജീവിതം വളരണം. അങ്ങനെ ഒരു ആത്മീയ ജീവിതം, അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ, എന്നെയും നിങ്ങളെയും വിളിച്ചത്. അത് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ ഈ ദിവസം, ഈ മണിക്കൂറുകളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.